രാജസ്ഥാൻ എന്തായാലും ഒരു കിരീട സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും പ്ലേ ഓഫിലോട്ട് എത്താനുള്ള ഒരു ടീമുണ്ട്. ആർച്ചറും ബർഗറും സന്ദീപ് ശർമ്മയും ദേശ്പാണ്ഡെ അടങ്ങുന്ന പേസ് യൂണിറ്റ്. അപ്പോൾ ബോളിംഗ് യൂണിറ്റ് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന താരം ഒരിക്കലും ജഡേജ ആയിരിക്കില്ല, അത് സൂര്യവംശി തന്നെയായിരിക്കും. ആദ്യ ഓവറുകളിൽ ആദ്യ ബോൾ മുതൽ സിക്സിന് വേണ്ടി അടിച്ചു തുടങ്ങുന്ന സൂര്യവംശി തന്നെയായിരിക്കും എല്ലാവരും ഒരുപോലത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. ജഡേജയും അതുപോലെ തന്നെ സാം കറിനെയും ടീമിലോട്ട് എത്തിച്ചിട്ട് സാം കറൻ ഇഞ്ചുറി മൂലം റൂൾഡ് ഔട്ട് ആയത് വലിയൊരു അടി തന്നെയാണ്. അത് സംശയമില്ല, അത് അവർക്ക് വലിയൊരു അടി തന്നെയാണ്. സഞ്ജു സാംസൺ ടീമിൽ നിന്ന് പോയി എന്നുള്ളത് വലിയൊരു അടി തന്നെയാണ്. അതിപ്പോൾ പരാഗും കഴിഞ്ഞ ദിവസം പറയണ്ടായി. പിന്നെ സ്പിന്നിലും നല്ല ഓപ്ഷൻസ് ഉണ്ട്. ജഡേജയും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഉണ്ട്. പിന്നെ വിഘ്നേഷ് പുത്തൂറിനെ അവർ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. മലയാളികൾ വിഘ്നേഷ് പുത്തൂർ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കളിച്ചൊരു പ്ലെയറാണ്. സൂര്യവംശി യശസ്വി ജയ്സോളും രണ്ടും നല്ല കിടിലം പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവർ നൽകുന്ന തുടക്കം എന്ന് പറയുന്നത് ഭീകരമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതായത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിനെ പറ്റിയിട്ടാണ്. ആദ്യ സീസൺ കപ്പടിച്ച ടീമാണ്, പിന്നീട് അങ്ങോട്ട് കപ്പിൻ്റെ പൊടി പോലും കാണാൻ പറ്റിയിട്ടില്ല. സഞ്ജു സാംസൺ ക്യാപ്റ്റനായ ശേഷം ടീം വളരെ മികച്ച ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്ത് ഫൈനൽ വരെ എത്തി. പക്ഷേ പിന്നീടുള്ള ഓപ്ഷനിൽ പല പ്രിയപ്പെട്ട മികച്ച താരങ്ങളെയും വിട്ട് കളഞ്ഞ് വീണ്ടും ഒരു ആവറേജ് സ്ക്വാഡായിട്ട് കഴിഞ്ഞ വർഷം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ പോലും കഴിഞ്ഞ വർഷം അവർക്ക് വളരെ വലിയൊരു ഒരു നല്ല കാര്യം സംഭവിച്ചു. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനിയിപ്പോൾ അടുത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലുണ്ട്, യശസ്വി ജയ്സ്വാളുണ്ട്, പന്തുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സഞ്ജു സാംസൺ വരെ അങ്ങനത്തെ ആ ഒരു ലിസ്റ്റിലുണ്ട്. പക്ഷെ എന്നാൽ പോലും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ആ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ബോയ്, അങ്ങനത്തെ ഒരു ബ്രാൻഡായിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനായിട്ട് ഇനി സാധിക്കുന്ന രാജസ്ഥാൻ റോയൽസിനാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയർ ഏതാനും വർഷങ്ങൾക്കൊക്കെ എന്തായാലും ഡെബ്യൂട്ട് ചെയ്യും ഇന്ത്യൻ സീനിയർ ടീമിൽ. അപ്പോൾ അദ്ദേഹം ഈ ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിക്കറ്റിൻ്റെ ഫുൾ ഡൈനാമിക്സ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ റോയൽസ് അടുത്തൊരു 15 വർഷത്തേക്കൊക്കെ മിനിമം അവരുടെ ഒരു പോസ്റ്റർ ബോയായിട്ട് കാണാൻ ഇരിക്കുന്ന ഒരു പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. ഇപ്പോൾ തന്നെ ഈ 15 വയസ്സിൽ തന്നെ പുള്ളി സ്റ്റാറാണ്. അപ്പോൾ എന്തായാലും വൈഭവ് സൂര്യവംശിനെ ടീമിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് രാജസ്ഥാൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഈ വർഷം അത് പ്രായോഗികമായിട്ടൊരു കിരീടത്തിലോട്ട് എത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സഞ്ജു സാംസൺ ടീമിൽ നിന്ന് പോയി എന്നുള്ളത് വലിയൊരു അടി തന്നെയാണ്. അതിപ്പോൾ പരാഗും കഴിഞ്ഞ ദിവസം പറയണ്ടായി. എന്നാൽ പോലും വലിയ രീതിയിൽ ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജഡേജയും അതുപോലെ തന്നെ സാം കറിനെയും ടീമിലോട്ട് എത്തിച്ചിട്ട് സാം കറൻ ഇഞ്ചുറി മൂലം റൂൾഡ് ഔട്ട് ആയത് വലിയൊരു അടി തന്നെയാണ്. അത് സംശയമില്ല, അത് അവർക്ക് വലിയൊരു അടി തന്നെയാണ്. സാം കറിനെ പോലത്തെ ഒരു ഓൾറൗണ്ടറെ മിസ് ചെയ്യും എന്തായാലും ടീം. പകരം ആ സ്ലോട്ടിൽ കളിക്കാൻ സാധ്യതയുള്ള ഡൊണോവൻ ഫെരേരയാണ്. തീർച്ചയായിട്ടും സാം കറിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഹിറ്ററാണെങ്കിൽ പോലും സാം കറിന് അത്ര കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പ്ലെയറാണ്. പിന്നെ ഒരു ഓൾറൗണ്ടറുടെ പകരമാണല്ലോ പുള്ളി വരുന്നത്. അപ്പോൾ ഈ വർഷം രാജസ്ഥാൻ്റെ കളികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന താരം ഒരിക്കലും ജഡേജ ആയിരിക്കില്ല, അത് സൂര്യവംശി തന്നെയായിരിക്കും. ആദ്യ ഓവറുകളിൽ ആദ്യ ബോൾ മുതൽ സിക്സിന് വേണ്ടി അടിച്ചു തുടങ്ങുന്ന സൂര്യവംശി തന്നെയായിരിക്കും എല്ലാവരും ഒരുപോലത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യവംശി യശസ്വി ജയ്സോളും രണ്ടും നല്ല കിടിലം പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവർ നൽകുന്ന തുടക്കം എന്ന് പറയുന്നത് ഭീകരമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ രാജസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തോറ്റുകൊണ്ടിരുന്നത് ഇവരെ ഫിനിഷിങ്ങിലെ പോരായ്മയാണ്. മെയിനായിട്ട് ഹെറ്റ്മയർ, ജുറൽ, പിന്നെ ശുഭം ദൂബെ തുടങ്ങിയ താരങ്ങളാണ് ഫിനിഷേഴ്സായിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അവർ തന്നെയാണ്. പക്ഷേ ഹെറ്റ്മയർ നല്ല ഫോമിലാണെന്നുള്ളതാണ് ടീമിന് ഏക ആശ്വാസം. ഈ T20 വേൾഡ് കപ്പിലെ നല്ല കിടിലം ഫോമിലായിരുന്നു. അത് പിന്നെ ഫീൽഡിങ്ങിൽ ഓൾറെഡി അങ്ങനൊരു സീനാണ്. പിന്നെ ബാറ്റിങ്ങിൽ നല്ല രീതിയിൽ ഫോമിലാണ്. അപ്പോൾ ഹെറ്റ്മയറിൻ്റെ ഫോം ടീമിന് നല്ല ആശ്വാസം തന്നെയായിരിക്കും. പിന്നെ അവിടെ ജഡേജ കൂടിയും വരുമ്പോൾ ബാറ്റിങ് കുറച്ചുകൂടിയും സ്ട്രെങ്ത് ആവും. ആ ഒരു ലോവർ ഓർഡർ കുറച്ചുകൂടി സ്ട്രെങ്ത് ആവും. പിന്നെ മിഡിൽ ഓർഡറിലോട്ട് വരുമ്പോൾ പരാഗും അതുപോലെ തന്നെ ഡൊനോവൻ ഫെരേരയാണ്. അപ്പോൾ ഇതിൽ ഫെരേരയുടെ ഫോം എന്ന് പറയുന്നത് കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ ആയിരിക്കും ഒരു ചെറിയൊരു ആശങ്കയ്ക്ക് വഴിയുണ്ടാവുക. എന്തായാലും ബാറ്റിംഗ് സൈഡ് അത്യാവശ്യം ബെറ്ററാണ് കഴിഞ്ഞ സീസണെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ബട്ട്ലറും സഞ്ജുവും ഒക്കെ പോയിട്ട് അവർ റിക്കവറി ഫേസിലായിരിക്കും ഈ സീസൺ കളിക്കുന്നുണ്ടാവുക. എന്തായാലും ബാറ്റിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്റിംഗാണ്. അതിനേക്കാളും മികച്ച് നിൽക്കുന്നത് ബോളിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം സ്പേസേഴ്സായിട്ട് ആർച്ചർ ഉണ്ട്, ആൻഡ്രെ ബർഗർ ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയുണ്ട്. പിന്നെ സ്പിന്നിലും നല്ല ഓപ്ഷൻസ് ഉണ്ട്. ജഡേജയും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഉണ്ട്. പിന്നെ വിഘ്നേഷ് പുത്തൂറിനെ അവർ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. മലയാളികൾ വിഘ്നേഷ് പുത്തൂർ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കളിച്ചൊരു പ്ലെയറാണ്. അപ്പോൾ സ്പിൻ ഓപ്ഷനും പേസ് ഓപ്ഷനും എല്ലാം സെറ്റാണ്. പിന്നെ കുറച്ചധികം വിദേശ സൈനിങ്സ് ഈ വർഷം നടത്തിയിട്ടുണ്ട്. ആദം മിൽനെ പോലത്തെ പ്ലെയേഴ്സൊക്കെ സ്ക്വാഡിലുണ്ട്. അപ്പോൾ ബാറ്റിങ്ങിലാണ് കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ മിഡിൽ ഓർഡറിലൊക്കെയാണ് ചെറിയ എന്തെങ്കിലും പ്രശ്നം വരാനായിട്ട് സാധ്യതയുള്ളത്. അത് ജുറലും ഫെരേരയും അതുപോലെ തന്നെ പരാഗൊക്കെ ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങനെ തീരും. രാജസ്ഥാൻ എന്തായാലും ഒരു കിരീട സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും പ്ലേ ഓഫിലോട്ട് എത്താനുള്ള ഒരു ടീമുണ്ട്. ബാക്കിയൊക്കെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ ഒരു ഫോമൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ ടീമുകൾ അദ്ദേഹത്തെ
പൂട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഫോം ആകാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വലിയൊരു സ്കോറിലോട്ട് എത്താനായിട്ട് ആ ടീമിന് സാധിക്കില്ല. അപ്പോൾ എന്തായാലും രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ പോയിട്ട് പുതിയൊരു ക്യാപ്റ്റൻ, അതായത് പരാഗായിരിക്കും സീസണിൽ ക്യാപ്റ്റൻ ആവാമെന്നാണ് ഇതുവരെ കിട്ടിയേക്കുന്ന ഒരു ഇത്. ഇനിയിപ്പോൾ ജഡേജ ആവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ സീസണിൽ പുതിയൊരു ക്യാപ്റ്റൻ്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുകയാണ്. അവരൊരു പുതിയൊരു യുഗം തന്നെയാണല്ലോ. ജയ്സ്വാളും പരാഗും സൂര്യവംശിയൊക്കെ ഉള്ളൊരു ടോട്ടലി ഒരു യങ് സൈഡായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഒരു എന്തെങ്കിലും ഇപ്പോൾ പ്ലേ ഓഫിലോട്ട് എത്തിയാൽ തന്നെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോൾ എന്തായാലും കിരീടത്തിലോട്ട് എത്താനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും പ്ലേ ഓഫ് കഴിക്കാനുള്ള ടീമൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ഗ്രൗണ്ടിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പിന്നെ ഈ സീസണിൽ എനിക്ക് രാജസ്ഥാൻ്റെ പോസിറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല സ്പിന്നേഴ്സിനെ ടീമിലെത്തിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം അശ്വിൻ ചഹൽ ആ ഒരു ജോഡി അവർ ഉണ്ടായിരുന്ന ടൈമിലാണ് രാജസ്ഥാൻ ഫൈനൽ വരെ എത്തിയത്. അപ്പോൾ ആ ഒരു ആ രണ്ട് പ്ലേയേഴ്സ് ടീമിൽ നിന്ന് പോയതിനു ശേഷം ആ നല്ലൊരു സ്പിൻഡയോ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഈ സീസണിൽ അപ്പോൾ എന്തായാലും ഫിംഗർ സ്പിന്നർ, റിസ്റ്റ് സ്പിന്നർ, അതായത് രവീന്ദ്ര ജഡേജ അതുപോലെ തന്നെ ബിഷ്ണോയ് അല്ലെങ്കിൽ വിഘ്നേഷ് പുത്തരി, അപ്പോൾ അങ്ങനെ നല്ലൊരു സ്പിൻ ജോഡിയെ ടീമിലോട്ട് എത്തിക്കാനായിട്ട് രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സീസണിൽ ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്. അപ്പോൾ IPL കളിച്ച നല്ല പരിചയമുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിഷ്ണോയും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും തന്നെയായിരിക്കും സ്പിൻ അറ്റാക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒപ്പം തന്നെ ആർച്ചറും ബർഗറും സന്ദീപ് ശർമ്മയും ദേശ്പാണ്ഡെ അടങ്ങുന്ന പേസ് യൂണിറ്റ്. അപ്പോൾ ബോളിംഗ് യൂണിറ്റ് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ബാറ്റിങ്ങിൽ ചെറിയ പോരായ്മകളോട് മറികടന്ന് പ്ലേയേഴ്സൊക്കെ അവർ പീക്ക് ഫോമിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിരീടം സ്വപ്നം കാണാൻ രാജസ്ഥാന്. എന്തായാലും അത്രത്തോളം വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പ്ലേ ഓഫിൽ എത്താനുള്ള ടീമുണ്ട്. അപ്പോൾ ഈ സീസൺ പ്ലേ ഓഫിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ നിങ്ങൾ രാജസ്ഥാൻ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ ടീമിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ, സഞ്ജു സാംസൺ പോയിട്ട് ഫാൻ ബേസ് കുറഞ്ഞോ അതോ കൂടിയോ, എന്തായാലും മൊത്തത്തിൽ കുറഞ്ഞൊരു മട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ടീം എത്രത്തോളം ഏതുവരെയൊക്കെ എത്തും എന്ന് നമുക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ ഒരു പുതിയ ടീം ഏതുവരെ എത്തും, അവർ പ്ലേ ഓഫ് കളിക്കുമോ അതോ ഫൈനലിലോട്ട് എത്തുമോ? വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളം ആ ടീമിനെ ഫൈനലിലോട്ട് എത്തിക്കുമോ, കിരീടത്തിലോട്ട് എത്തിക്കുമോ? എന്തായാലും കുറേ പേര് പറയുന്നത് വൈഭവ് സൂര്യവംശി ഈ സീസണിൽ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമെന്നാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അത് കാണിക്കാൻ സാധിക്കട്ടെ. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് സീസണാണ്. IPL പോലത്തെ ഒരു മത്സരത്തിൻ്റെ യാതൊരു പരിചയമില്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം സെഞ്ചുറിയാണ് ഫസ്റ്റ് സീസണിൽ അടിച്ചത്. അപ്പോൾ അമ്മാതിരി ടാലൻ്റുള്ള പ്ലെയറാണ്. അപ്പോൾ ഈ വർഷം കുറച്ചുകൂടിയും പ്രിപ്പയർ ആയിട്ട് അണ്ടർ-19 വേൾഡ് കപ്പൊക്കെ കളിച്ച് വലിയ സെറ്റായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം തന്നെയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. അതിനോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാളുണ്ട്, പരാഗുണ്ട്, അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് വന്ന രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടീമായിട്ടുള്ള രാജസ്ഥാന് വേണ്ടി കളിക്കുന്നുണ്ട്. നെറ്റ്സിലൊക്കെ രവീന്ദ്ര ജഡേജനെയൊക്കെ അടിച്ച് പുറത്തുണ്ടായിരുന്നു വൈഭവ് സൂര്യവംശി. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡായ ബോളേഴ്സിനൊക്കെയാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈഭവ് സൂര്യവംശിനെ തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും രാജസ്ഥാൻ്റെ കളി എന്നൊക്കെ.